രാജ്യത്തെ ഏറ്റവും വലിയ സമ്മാനത്തുക നൽകുന്ന പുരസ്കാരം നിർത്തലാക്കി. 25 ലക്ഷം രൂപ സമ്മാനം നൽകുന്ന JCB ലിറ്ററേച്ചർ ഫൗണ്ടേഷനാണ് JCB സാഹിത്യ പുരസ്കാരം നിർത്തലാക്കുന്നത്. അവാർഡ് നിർത്തലാക്കിയ കാര്യം JCB പ്രൈസിന്റെ സാഹിത്യ ഡയറക്ടർ മിത കപൂർ സ്ഥിരീകരിച്ചു. എന്നാൽ അവാർഡിൽ നിന്ന് പിന്മാറാനുള്ള കാരണം വ്യക്തമാക്കിയില്ല. ഇംഗ്ലീഷിൽ എഴുതിയതോ ഇന്ത്യൻ ഭാഷകളിൽ എഴുതിയ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്ത ഫിക്ഷൻ കൃതികൾക്കാണ് പുരസ്കാരം നൽകിയിരുന്നത്. 2018 സ്ഥാപിതമായ JCB സാഹിത്യ പുരസ്കാരം വൻതുകയ്ക്കുള്ള സമ്മാനത്തുക നൽകുന്നതിനൊപ്പം ഇന്ത്യൻ ഫിക്ഷനെ, പ്രത്യേകിച്ച് വിവർത്തനങ്ങളെ ആഘോഷിക്കുന്നതിൽ ഒരു വഴികാട്ടിയായിരുന്നു. 2024 ലോറൻസോ സജസ് ഫോർ ദി മീനിങ് ഓഫ് ലൈഫ് എന്ന കൃതിക്ക് എഴുത്തുകാരൻ ഉപമന്യു ചാറ്റർജിക്കാണ് അവസാനമായി പുരസ്കാരം ലഭിച്ചത്. മലയാളത്തിൽ നിന്ന് ബെന്യാമിനും ഹരീഷിനും മുകുന്ദനും അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അടച്ചുപൂട്ടലിന്റെ കാരണങ്ങൾ വ്യക്തമാക്കിയില്ലെങ്കിലും JCB ലിറ്ററേച്ചർ ഫൗണ്ടേഷന്റെ ലൈസൻസ് റദ്ദാക്കിയതിനെ തുടർന്നാണ് തീരുമാനം. അവാർഡിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ മാർച്ച് 12 പ്രസിദ്ധീകരിച്ച ഒരു നോട്ടീസിൽ 2013 കമ്പനീസ് ആക്ട് പ്രകാരമുള്ള സെഷൻ 8(5) ലൈസൻസ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട ഫൗണ്ടേഷൻ ഡൽഹി ഹരിയാന രജിസ്ട്രാർ ഓഫ് കമ്പനീസ് അപേക്ഷ നൽകിയിട്ടുണ്ടെന്ന് പറയുന്നു. ഇനി മുതൽ സംഘടന ഒരു ഫൗണ്ടേഷനായി പ്രവർത്തിക്കില്ലെന്നും പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായി പുനഃക്രമീകരിച്ചെന്നും അതിൽ കൂട്ടിച്ചേർത്തു. സാഹിത്യത്തിലുള്ള JCB പുരസ്കാരം കാപട്യമെന്ന് ആരോപിച്ച് 100-ലധികം എഴുത്തുകാരും വിവർത്തകരും പ്രസാധകരും JCBക്ക് കഴിഞ്ഞ നവംബറിൽ തുറന്ന കത്തും എഴുതിയിരുന്നു. പുരസ്കാരം ഏർപ്പെടുത്തുന്ന ബുൾഡോസർ നിർമ്മാതാക്കളായ ബ്രിട്ടീഷ് കമ്പനി ഇന്ത്യയിലും പലസ്തീനിലും വംശീയ ഉന്മൂലനത്തിന് പങ്കാളികളാകുന്നുവെന്നായിരുന്നു സാഹിത്യകാരന്മാരുടെ വിമർശനം. ന്യൂസ് ഡെസ്ക് മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.